സമയ ശരണമയ്യപ്പ. ശബരിമല വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സ്വർണം, ഈ സ്വർണം വിജയ് മല്യ കൊടുത്ത സ്വർണം എങ്ങനെ വെറും ചെമ്പ് പാളികളായി? അത് ഒന്നാമത്തെ കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തിന് ഇത്രയും ദിവസം സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇരുന്നു? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ കൊടുത്തു വിട്ടു? മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇതിന്റെ സ്വർണം എവിടെ പോയി? അത് അഞ്ചാമത്തെ കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിയാൻ ഇനി കിടപ്പുണ്ട്. ഈ കേസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില അവിയലെന്ന് നമ്മൾ പറയത്തില്ലേ, ആ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, ഇത് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ ഇതിനകത്ത് ദേവസ്വം ബോർഡിലെ കുറച്ച് കുറച്ച് വിശിഷ്ടന്മാരുടെ കയ്യിലും ചില ചിലപ്പോൾ ദേവസ്വം ബോർഡിലെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ കയ്യിലും ഇതിൽ ചെറിയ കൈയൊക്കെ കാണും. അതേപോലെ തന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്ന ഒരു കേസല്ല. ഇത് പല പല ആൾക്കാരുടെ കയ്യിൽ ഇത് നല്ല രീതിയിൽ വരും. എന്തായാലും സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയിരിക്കുന്നത് അത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് അവരുടെ അഡ്വക്കേറ്റും അതേ കണക്ക് തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. എന്തായാലും അവിടെ എത്തുന്നത് വരെ എന്ത് സംഭവിച്ചു എന്നാണ് ഇനി തെളിയേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് എടുത്തോ? അതേ കണക്കിന് പീഡം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് കേസുകൾ തെളിയാൻ കിടപ്പുണ്ട്. അതേ കണക്ക് തന്നെ ഇത് 2019 ഈ സ്വർണം ഇളക്കി എടുത്ത് അയ്യപ്പന്റെ അമ്പലത്തിൽ വച്ച് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന് ഒരു നിയമം കിടക്കെ തന്നെ ഇത് ഒരു രീതിയിലും ഒരു ഇതാവാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തുകൊണ്ട്? ദേവസ്വം ബോർഡിലെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്ന് തീരുമാനിക്കാനുള്ളതാണോ അയ്യപ്പന്റെ സ്വർണവും കാര്യങ്ങളും എല്ലാം? ഇതേ കണക്ക് എത്രമാത്രം സ്വർണം അവിടെ ചില്ലാറുണ്ട്, എത്രമാത്രം സാധനങ്ങൾ അവിടെ അയ്യപ്പന് വേണ്ടി. അപ്പൊ നമ്മൾ വഞ്ചിലിടുന്ന പൈസ വരെ മോഷ്ടിക്കപ്പെടുമല്ലോ അയ്യപ്പന് കിട്ടാതെ പലതും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് തെളിഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഇപ്പോൾ തന്നെ വരുന്നുണ്ട്, പല പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇത് കണ്ടു തന്നെ അറിയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇത് ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുക. എന്നാൽ ഈ കേസിന് ഒരു വേഗം വരും. അത് മാത്രമല്ല, ഇത് നമ്മൾ കൂടുതലും ഇതിനെപ്പറ്റി വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികൾക്ക് ഇതൊരു വലിയ കാര്യവും അതേ കണക്കിന് വിശ്വാസമില്ലാത്തവർക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല സ്ഥലത്ത് ഇത് വച്ച് കാഴ്ച വസ്തുവായിട്ട് വയ്ക്കാനുള്ള സാധനമാണോ? അതേപോലെ തന്നെ ഇത് എന്തിന്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് ഇത് ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. ഇത് സ്വർണം പൂശണം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അങ്ങനെയൊക്കെ കുറച്ച് കോൺട്രവേഴ്സികൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞതാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിട്ടിയത് വെറും ചെമ്പ് പാളികളാണ്. അങ്ങനെ പല പല കേസുകൾ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇനി കിട്ടാനേ ഉള്ളൂ, കിട്ടണം. അതേപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.